ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. വൈശാഖ മാസമാണ് പുണ്യമാസം. ഈ പുണ്യമാസത്തിൽ എത്രത്തോളം നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, അതൊക്കെ തന്നെ ചെയ്യുക. നല്ല വാക്കുകൾ പറയുക, നല്ലത് കേൾക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക, നാമജപം ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകും. ഇന്നു മുതൽ നമ്മൾ മഹാഭാഗവതം കഥാരൂപത്തിൽ പറഞ്ഞു തുടങ്ങുകയാണ്. എല്ലാവരും എല്ലാ ദിവസവും മഹാഭാഗവതത്തിൻ്റെ ഭാഗങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും അത് മനസ്സിൽ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുകയും ഭഗവാനെ കൂടുതലായി സ്നേഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. നമുക്ക് ഭാഗവതത്തിലേക്ക് കടക്കാം. കലിയുഗത്തിൽ മഹാഭാഗവതം വീണ്ടും സൂതനാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിനൊരു സാഹചര്യം ഉണ്ടായി. ആരോട് പറഞ്ഞു കൊടുത്തു? കലിയുഗം എന്നാണ് ആരംഭിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം കലിയുഗം തുടങ്ങി എന്ന് പറയാം. അങ്ങനെ കലിയുഗം തുടങ്ങി ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കലിയുഗത്തിന് ഭയങ്കരമായ ദോഷങ്ങളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശൗനകാദി മഹർഷികൾ ഒരു യജ്ഞം ആരംഭിക്കുകയാണ്. അദ്ദേഹം ആ യജ്ഞം ആരംഭിച്ചത് നൈമിഷാരണ്യത്തിലെ വിഷ്ണു ദേവാലയത്തിൽ വെച്ചാണ്. എവിടെയാണ് നൈമിഷാരണ്യം? ഗംഗാനദിയുടെ ഒരു പോഷക നദിയാണ് ഗോമതി. ആ ഗോമതി നദിയുടെ തീരത്തുള്ള ഒരു പുണ്യ സമതല പ്രദേശമാണ് നൈമിഷാരണ്യം. ആ നൈമിഷാരണ്യത്തിലെ ഒരു വിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചാണ് യജ്ഞം ആരംഭിക്കുന്നത്. ആര്? ശൗനകാദി മഹർഷികൾ. ആ യാഗത്തിൽ വേദവ്യാസൻ്റെ ശിഷ്യനായ സൂത പൗരാണികനും എത്തിച്ചേർന്നു. ഉടനെ തന്നെ മഹർഷിമാരെല്ലാവരും അദ്ദേഹത്തെ ആദരപൂർവ്വം ബഹുമാനിക്കുകയും സൽക്കരിച്ച് ഇരുത്തുകയും ചെയ്തതിനു ശേഷം ഭക്തിപ്രധാനമായ ഒരു പുരാണ കഥ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പറഞ്ഞു തരണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആ സമയത്ത് സൂതൻ ഇങ്ങനെ പറഞ്ഞു. സൂതൻ ആരാണ്? വേദവ്യാസൻ്റെ ശിഷ്യൻ. സൂതൻ ഇപ്രകാരം പറഞ്ഞു: മഹാമുനികളെ, എൻ്റെ ഗുരുനാഥനായ വേദവ്യാസ മഹർഷി വേദങ്ങളെ പകുത്ത് അവയുടെ സാരാംശങ്ങളെ ഉൾപ്പെടുത്തി ലോകത്തിന് ഉപകാരമാകുന്ന വിധം 18 പുരാണങ്ങൾ ചമച്ചിട്ടുണ്ട്. അവയിൽ ഭക്തിരസം കൊണ്ട് ഏറ്റവും ഉന്നതമായ സ്ഥാനം അർഹിക്കുന്നത് ഭാഗവതത്തിനാണ്. കലിയുഗത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിന് ഭക്തി തന്നെയാണ് ഏറ്റവും എളുപ്പമായ മാർഗം. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ്: ധർമാർത്ഥ കാമമോക്ഷങ്ങളായ പുരുഷാർത്ഥങ്ങളും ഭക്തി കൊണ്ട് തന്നെ സാധിക്കുന്നു. വേദങ്ങൾ, ഉപനിഷത്തുകൾ, ശാസ്ത്രങ്ങൾ ഇവയെല്ലാം പഠിച്ച വിജ്ഞാനിയായാൽ പോലും നിഷ്കളങ്കമായ ഭക്തി ഇല്ലെങ്കിൽ അവ കൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല എന്നു മാത്രമല്ല, സർവാർത്ഥമായ ആത്മപുണ്യം ലഭിക്കുകയുമില്ല. ആയതിനാൽ നിങ്ങൾക്കേവർക്കും ഭഗവത് ഭക്തി ഉണ്ടാകത്തക്കവണ്ണം ഭാഗവത കഥ ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു കേൾപ്പിക്കാം എന്ന് സൂതൻ പറയുകയാണ്. എന്നിട്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ്: ഭാഗവതം കഥാസാരം സാക്ഷാൽ ശ്രീനാരായണൻ ആദ്യമായി നാരദമുനിക്ക് ഉപദേശിച്ചു കൊടുത്തു. നാരദൻ അതിൻ്റെ സാരാംശം പിന്നീട് വേദവ്യാസന് ഉപദേശിച്ചു. വ്യാസദേവൻ
അതിനെ ഏറ്റവും മഹാത്മ്യമേറിയ ഒരു പുരാണമായി ചമയ്ക്കുകയും തൻ്റെ പുത്രനായ ശ്രീശുകനെ പഠിപ്പിക്കുകയും ചെയ്തു. ശ്രീശുക ബ്രഹ്മർഷി അത് അർജുനപൗത്രനും ഭക്തോത്തമനുമായ പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചു. ആ നിലയിലാണ് ശിഷ്യനായ എനിക്കും ഇത് മനസ്സിലാക്കാൻ സാധിച്ചത് എന്ന് പറയുകയാണ്. അതായത് ഈ പുരാണം എനിക്കെങ്ങനെ മനസ്സിലായി എന്നുള്ള കാര്യമാണ് സൂതൻ ഇവിടെ പറയുന്നത്. ആ സമയത്ത് ശൗനകാദി മഹർഷികളാണല്ലോ യാഗം നടത്തുന്നത്. അവിടെ ശൗനകൻ ചോദിക്കുകയാണ്, അങ്ങ് പറയുക ശ്രീശുകൻ എന്തിനു വേണ്ടിയിട്ടാണ് ഭാഗവത കഥ പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തത്, അതിൻ്റെ കാരണം എന്താണ് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് സൂതൻ ഇങ്ങനെ പറഞ്ഞു, ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം പാണ്ഡവരും പാഞ്ചാലിയും വാനപ്രസ്ഥം സ്വീകരിച്ചു. അങ്ങനെ ഈ പാണ്ഡവരൊക്കെ വാനപ്രസ്ഥത്തിന് പോകുന്ന സമയത്ത്, അതായത് വനത്തിലേക്ക് പോകുന്ന സമയത്ത് രാജ്യം ആരെയെങ്കിലും ഏൽപ്പിക്കണമല്ലോ. ആ സമയത്താണ് പരീക്ഷിത്തിനെ രാജ്യം ഏൽപ്പിക്കുന്നത്. ഏക അവകാശി ആര് മാത്രമേ ഉള്ളൂ? പരീക്ഷിത്ത്. ആരാണ് പരീക്ഷിത്ത്? ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയാണ് സുഭദ്ര. സുഭദ്രയ്ക്കും അർജുനനും ഉണ്ടായ പുത്രനാണ് ആര്? അഭിമന്യു. അഭിമന്യു വിവാഹം കഴിച്ചത് ആരെയാണ്? വിരാട രാജകുമാരിയായ ഉത്തരയാണ്. മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് ഉത്തര ഗർഭിണിയാണ്. യുദ്ധത്തിൽ അഭിമന്യു വധിക്കപ്പെടുന്നു. പാണ്ഡവരുടെ ശത്രുവാണ് ദ്രോണപുത്രനായ ആര്? അശ്വത്ഥാമാവ്. ആ അശ്വത്ഥാമാവ് ഉത്തരയുടെ ഗർഭത്തിലേക്ക് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു. അതുകൊണ്ട് ഉത്തര പ്രസവിച്ച ആ കുഞ്ഞ് മരിച്ചു പോയിരുന്നു. പക്ഷേ ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ഈ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ശക്തി കുറച്ചിരുന്നു. എന്നിട്ട് പോലും ഉത്തര പ്രസവിച്ചപ്പോൾ കുഞ്ഞ് മരിച്ചിരുന്നു. ആ സമയത്ത് ഭഗവാൻ ഒരു പരീക്ഷണം നടത്തുന്നുണ്ട്. ആ പരീക്ഷണം വിജയിക്കുകയും മരിച്ചുപോയ ആ കുഞ്ഞ് ജീവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പരീക്ഷണത്തിന് വിധേയമായ ആ കുട്ടി പിന്നീട് പരീക്ഷിത്ത് എന്ന് അറിയപ്പെടുകയാണ് ചെയ്തത്. അങ്ങനെ ആ പരീക്ഷത്തിനെ രാജ്യം ഏൽപ്പിച്ചതിനു ശേഷമാണ് പാണ്ഡവരും പാഞ്ചാലിയും വനത്തിലേക്ക് പോകുന്നത്. പിതാവില്ല. അങ്ങനെ പിതാവില്ലാതെ വളർന്ന പരീക്ഷിത്ത് എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. പരീക്ഷിത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ വലിയ ഭക്തനായിരുന്നു. അതുകൂടാതെ അദ്ദേഹം എല്ലാ ശാസ്ത്രങ്ങളും നന്നായി പഠിച്ചിരുന്നു. ആയോധന വിദ്യയും നന്നായി അഭ്യസിച്ചിരുന്നു. 36-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ഹസ്തിനപുരം ചക്രവർത്തിയായി മാറിയത്. വളരെ ശ്രേയസ്കരമായ രീതിയിലായിരുന്നു പരീക്ഷിത്ത് രാജ്യം ഭരിച്ചിരുന്നത്. പാണ്ഡവരുടെയും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെയും പേരിന് ഒട്ടും കോട്ടം തട്ടാത്ത വിധം അത്ര മനോഹരമായി ഭക്തിയോടുകൂടി ദയോടുകൂടി ഒക്കെ തന്നെയാണ് അദ്ദേഹം രാജ്യം ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് എല്ലാവർക്കും തന്നെ ഒട്ടും ഭയമുണ്ടായിരുന്നില്ല. എല്ലാവർക്കും തൃപ്തിയായിരുന്നു, ഐശ്വര്യമായിരുന്നു. അത്ര മനോഹരമായി ക്ഷേമകരമായ ഒരു രാജ്യഭരണമായിരുന്നു പരീക്ഷിത്ത് മഹാരാജാവ് ചെയ്തിരുന്നത്. അതിനുശേഷം അദ്ദേഹം ദിഗ്വിജയം ചെയ്തു, അശ്വമേധ യാഗം നടത്തി. അങ്ങനെ അദ്ദേഹം ചക്രവർത്തിയായി മാറി. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ പത്നിയുടെ പേര് ഇരാവതി എന്നായിരുന്നു. ആ രാജ്യത്ത് എപ്പോഴും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളും അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങളും ഒക്കെ തന്നെ ആളുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വലിയ വിഷ്ണു ഭക്തനുമായിരുന്നു. കാരണം ഇതിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇദ്ദേഹം വലിയ വിഷ്ണു ഭക്തനും
ആയിരുന്നു. അങ്ങനെ വലിയ വിഷ്ണു ഭക്തനായതുകൊണ്ട് ഈ പരീക്ഷത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ടായിരുന്നു. ആ പേരാണ് വിഷ്ണുരാധൻ. ഒരിക്കൽ ഈ പരീക്ഷത്ത് നായാട്ടനായിട്ട് കാട്ടിലേക്ക് പോയി. കുരുക്ഷേത്രത്തിനടുത്തുകൂടി കിഴക്കോട്ടൊഴുകിക്കൊണ്ടിരുന്ന നദിയാണ് സരസ്വതി നദി. ആ സരസ്വതി നദിയുടെ തീരത്തുള്ള വനത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ നിൽക്കുന്നു ഒരു കാട്ടാളൻ. ആ കാട്ടാളൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ഒരു പശുവിനെ വധിക്കാനായി വാളോങ്ങിക്കൊണ്ട് നിൽക്കുന്ന കാട്ടാളൻ. ആ കാട്ടാളനെ പരീക്ഷത്ത് കാണുന്നു. ആ കാട്ടാളൻ പശുവിനെ വധിക്കാനായി വാളോങ്ങിക്കൊണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ പരീക്ഷത്തിന് വളരെയധികം ദേഷ്യം തോന്നുകയും അദ്ദേഹം വാളുമെടുത്തുകൊണ്ട് ആ കാട്ടാളനെ വെട്ടിക്കൊല്ലാനായി ചെല്ലുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ആ കാട്ടാളൻ ആരായിരുന്നു? കലിയായിരുന്നു. അവിടെ നിന്ന പശുക്കുട്ടി ഭൂമിദേവിയായിരുന്നു. അങ്ങനെ ഈ കാട്ടാളൻ്റെ അടുത്തേക്ക് വാളുമായി വെട്ടാനായി ചെന്ന പരീക്ഷത്തിൻ്റെ മുമ്പിലേക്ക് ഈ കാട്ടാളൻ തൻ്റെ സ്വന്തം രൂപം കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് എൻ്റെ അധികാരമാണ്, ഇത് എൻ്റെ യുഗമാണ്, ഞാൻ കലിയാണ്, ഈ യുഗത്തിൽ ഇതെല്ലാം സംഭവിക്കും, അതുകൊണ്ട് നിങ്ങൾക്കിത് തടയാൻ അവകാശമില്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് അതും കൂടി കേട്ടപ്പോഴേക്കും പരീക്ഷത്തിന് വളരെയധികം ദേഷ്യം തോന്നുകയും അവൻ്റെ കഴുത്ത് വെട്ടിക്കളയണമെന്ന് തോന്നുകയും ചെയ്തു. അങ്ങനെ വാളെടുത്ത് വീണ്ടും വീശി. ആ സമയത്ത് കലി പേടിച്ചു. കലി പരീക്ഷത്തിനോട് മാപ്പ് ചോദിച്ചു. എന്നിട്ട് പറയുകയാണ്, അങ്ങ് എന്താണിങ്ങനെ ചെയ്യുന്നത്? ഇത് എൻ്റെ യുഗമല്ലേ എന്ന് ചോദിക്കുന്നു. ഉടനെ പരീക്ഷത്ത് പറയുകയാണ്, ഞാൻ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്തിൽ നിനക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. ഉടനെ കലി ചോദിക്കുകയാണ്, ശരി, ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല, പക്ഷെ ഞാനിനി എവിടെ പോകണം അതും കൂടി അങ്ങ് പറഞ്ഞു തരിക എന്ന് പറയുന്നു. ഉടനെ പരീക്ഷത്ത് പറയുകയാണ്, സദാ വാതുവെച്ച് ചൂത് പകിട മുതലായവ കളിക്കുന്ന സ്ഥലങ്ങളിലും മതത്തിനു വേണ്ടി മദ്യപാനം ചെയ്യുന്നവരിലും ഋതുവായി മലിനത്വം പ്രാപിച്ച് ശുദ്ധികർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്ന സ്ത്രീകളിലും സ്വർണധനാദികൾ വിപണനം ചെയ്യുന്ന ശാലകളിലും ഹിംസാശീലന്മാരിലും നീ വർത്തിച്ചു കൊള്ളുക. ഇങ്ങനെ പറഞ്ഞ് പരീക്ഷത്ത് കലിയെ ആശ്വസിപ്പിച്ചു. കലിയത് സമ്മതിക്കുന്നു. അങ്ങനെ ജ്യേഷ്ഠ ബാധിക്കുന്ന സ്ഥലങ്ങളിൽ കലിക്ക് പരീക്ഷത്ത് പ്രവേശനം നൽകുന്നു. അങ്ങനെ കലി അവിടെ നിന്നും അപ്രത്യക്ഷമാകുന്നു. ആ സമയത്ത് ആ പശുക്കുട്ടി ഭൂമിദേവി തൻ്റെ സ്വന്തം രൂപത്തിൽ പരീക്ഷത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അല്ലയോ മഹാരാജാവേ, അങ്ങ് ആരാണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ഭൂമിദേവിയാണ്. എൻ്റെ ദുഃഖങ്ങളും ക്ലേശങ്ങളുമെല്ലാം ഭഗവാൻ നാരായണൻ തീർത്തു തന്നിരുന്നു. ദുഷ്ടനിഗ്രഹം ചെയ്തു എൻ്റെ ഭാരം അദ്ദേഹം നശിപ്പിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സ്വർഗാരോഹണത്തിനു ശേഷം കലി എന്നെ ആക്രമിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇനി അവൻ്റെ യുഗമാണ്. വാസുദേവൻ്റെ പാദമുദ്രകൾ പതിഞ്ഞ് പുളകമണിഞ്ഞ എൻ്റെ ശരീരം കലിപ്രേരിതരായ ദുഷ്ടന്മാർ നിർദ്ദയം മർദ്ദിക്കുകയും കീറി മുറിക്കുകയും എൻ്റെ കൺമുമ്പിൽ വെച്ച് അധർമ്മങ്ങളും അക്രമങ്ങളും സദാ പ്രവർത്തിക്കുകയും ചെയ്യുമല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെടുന്നു. ധർമ്മരക്ഷകനായി അവതരിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ ലോകത്തിൽ നിന്നും മറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി ആരെന്നെ രക്ഷിക്കും? ഭൂമിദേവിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ പരീക്ഷിത്ത് ഭൂമിദേവിയെ സമാധാനപ്പെടുത്തി. എന്നിട്ട് പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവിടുത്തേക്ക് യാതൊരു ദുഃഖവും ഞാൻ വരുത്തുകയില്ല. എൻ്റെ മുത്തച്ഛന്മാരായ പാണ്ഡവരും എൻ്റെ പിതൃമാതുലനായ ശ്രീകൃഷ്ണ ഭഗവാനും അവിടുത്തോട് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതുപോലെ തന്നെ
ഞാനും പെരുമാറും. അവരുടെ ധർമ്മപാതയിൽ കൂടി തന്നെ ഞാനും ചലിക്കും. അതുകൊണ്ട് അവിടുന്ന് യാതൊരു കാരണവശാലും വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഭൂമിദേവിയെ ആശ്വസിപ്പിച്ചു. പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ ഇപ്രകാരമുള്ള വാക്കുകൾ കേട്ടപ്പോൾ ഭൂമിദേവിക്ക് വളരെയധികം സന്തോഷം വരികയും അങ്ങനെ ഭൂമിദേവി പരീക്ഷിത്തിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം ദേവി മറയുകയാണ്. അങ്ങനെ പരീക്ഷിത്ത് വളരെ ശ്രേഷ്ഠകരമായ ഭരണം നടത്തിക്കൊണ്ടിരുന്ന അവസരത്തിൽ ദുഷ്ടമൃഗങ്ങളുടെ ശല്യം ഒതുക്കുന്നതിന് വേണ്ടി ഒരു ദിവസം പരീക്ഷിത്ത് വേട്ടയാടുന്നതിനായി കാട്ടിലേക്ക് പ്രവേശിച്ചു. അന്ന് അദ്ദേഹത്തിന് 66 വയസ്സ് പ്രായമായിരുന്നു. അങ്ങനെ നായാട്ടൊക്കെ കഴിഞ്ഞു. ഉച്ചയായി. രാജാവിന് വല്ലാതെ ദാഹിച്ചു. വിശപ്പുമുണ്ട്, ക്ഷീണവുമുണ്ട്, ദാഹവുമുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും അല്പം ജലം കിട്ടുമോ, എന്തെങ്കിലും കുളമോ എന്തെങ്കിലും ഉണ്ടോ, ജലാശയം മറ്റും എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് രാജാവിങ്ങനെ നടക്കുന്ന അവസരത്തിൽ ഒരു ആശ്രമത്തിൻ്റെ മുമ്പിലായിട്ട് ഒരു മുനിയിരുന്ന് ധ്യാനിക്കുന്നു. ആ മുനിയുടെ അടുത്തു ചെന്നിട്ട് രാജാവ് പരീക്ഷിത്ത് ചോദിക്കുകയാണ്, കുറച്ച് വെള്ളം തരാമോ? പക്ഷേ യോഗനിദ്രയിൽ ലയിച്ചിരുന്ന ഈ മുനി രാജാവിൻ്റെ ഇപ്രകാരമുള്ള അപേക്ഷ കേട്ടില്ല. വിനാശകാലേ വിപരീത ബുദ്ധി. രാജാവിനാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്. ആ സമയത്ത് രാജാവിന് തോന്നുകയാണ്, എന്നെ മനഃപൂർവ്വം അവഗണിക്കുകയാണ്, എൻ്റെ ചോദ്യത്തിന് മനഃപൂർവ്വം ഉത്തരം പറയാത്തതാണെന്ന്. അങ്ങനെയാണല്ലേ നമുക്കെല്ലാവർക്കും വിനാശ സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധികൾ തോന്നും. അതുകൊണ്ട് രാജാവിന് ദേഷ്യം വരികയും രാജാവ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയപ്പോൾ അവിടെ ആ ആശ്രമമുറ്റത്ത് ഒരു പാമ്പ് ചത്തു കിടക്കുന്നു. ഉടനെ തന്നെ തൻ്റെ കയ്യിലിരുന്ന ആ അമ്പിൻ്റെ തുമ്പുകൊണ്ട് ഈ പാമ്പിനെ തോണ്ടിയെടുത്ത് ഈ മുനിയുടെ കഴുത്തിലിട്ട് കൊടുത്തിട്ട് രാജാവ് അങ്ങ് പോയി. ആ ദേഷ്യത്തിന് ചെയ്തതാണ്. പക്ഷെ പോകുന്ന വഴിക്കൊക്കെ ഈ രാജാവിന് കുറ്റബോധം തോന്നുന്നുണ്ട്. വേണ്ടായിരുന്നു. നമുക്കാണെങ്കിലും അങ്ങനെയാണല്ലേ, ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും പറയണ്ടായിരുന്നു. അങ്ങനെ രാജാവിനും തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നി രാജാവ് അങ്ങ് തിരിച്ച് കൊട്ടാരത്തിലേക്ക് എത്തി. അവിടെ ആ ആശ്രമമുറ്റത്ത് ധ്യാനിച്ചു കൊണ്ടിരുന്ന ആ മഹർഷിയുടെ പേര് ശമീകൻ എന്നായിരുന്നു. അങ്കിരസ് എന്ന മഹർഷിയുടെ പുത്രനായിരുന്നു ശമീകൻ. അങ്ങനെ ഈ ശമീകൻ ഈ പാമ്പിനെ, ചത്ത പാമ്പിനെയൊക്കെ കഴുത്തിലിട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ശമീകൻ ഇതൊന്നും അറിയുന്നുമില്ല. ആ സമയത്ത് ഈ ശമീകൻ്റെ പുത്രൻ ശൃംഗി, ശമീകൻ്റെ പുത്രൻ്റെ പേരാണ് ശൃംഗി. ശൃംഗി എന്ന മുനികുമാരൻ ദേവലോകത്ത് പോയിരിക്കുകയായിരുന്നു. പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൃഷൻ എന്ന ഒരു കൂട്ടുകാരനെ കാണാനിടയായി. ഉടനെ കൃഷൻ ഈ കൂട്ടുകാരനോട്, അതായത് ശൃംഗിയോട് ഇങ്ങനെ പറഞ്ഞു, എടോ ശൃംഗി, നീ ഇല്ലാത്ത അവസരത്തിൽ ഹസ്തിനപുരം രാജ്യത്തു നിന്നും ചക്രവർത്തി നിൻ്റെ അച്ഛനെ കാണാനായിട്ട് വന്നിരുന്നു. അദ്ദേഹം സമ്മാനമായി നിൻ്റെ അച്ഛന് നല്ല ഒരു മാല കൊടുത്തിട്ടുണ്ട്, നീ ഒന്ന് പോയി നോക്കുക എന്ന് പറഞ്ഞു. നിൻ്റെ അച്ഛൻ അതും കഴുത്തിലിട്ടുകൊണ്ട് അവിടെ ഇരിപ്പുണ്ട്, നല്ല ഒന്നാന്തരം ഒരു മാലയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്തു മാലയാണ് രാജാവ് എൻ്റെ അച്ഛന് കൊടുത്തത് എന്നറിയാനായിട്ട് ശൃംഗി വേഗം തന്നെ ആശ്രമത്തിലേക്ക് ചെന്നു. ആശ്രമത്തിൽ ചെന്നപ്പം കണ്ട കാഴ്ച എന്താണ്? തൻ്റെ അച്ഛനിതാ ചത്ത പാമ്പിൻ്റെ ആ ശരീരവും കഴുത്തിലിട്ടുകൊണ്ട് ഇരിക്കുന്നു. ശൃംഗിക്ക് വളരെയധികം ദേഷ്യം തോന്നുകയും ശൃംഗി പരീക്ഷത്തിനെ ശപിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ശപിച്ചത്? ഇങ്ങനെയൊരു പാമ്പിൻ്റെ ശവശരീരമെടുത്ത് എൻ്റെ അച്ഛൻ്റെ കഴുത്തിലിട്ട ആ രാജാവ് ഇന്നത്തേക്ക് 7-ാം ദിവസം ഈ പാമ്പിൻ്റെ വർഗത്തിൽപ്പെട്ട തക്ഷകൻ എന്ന സർപ്പേന്ദ്രൻ കടിച്ചു കൊല്ലട്ടെ എന്നായിരുന്നു ആ ശാപം. ഇതൊന്നും പാവം ആ മുനി, അതായത് ശമീകൻ അറിഞ്ഞില്ല. അപ്പോഴും ശമീകൻ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ ശമീകൻ ധ്യാനത്തിൽ നിന്നൊക്കെ ഉണർന്നു. ആ സമയത്ത് ശൃംഗിയുടെ ഈ ശാപമൊക്കെ മനസ്സിലാക്കി. അതിനു മുമ്പായിട്ട് ശൃംഗി ആ അച്ഛൻ്റെ കഴുത്തിൽ കിടന്ന ആ പാമ്പിനെ എടുത്ത്
മാറ്റുകയും ചെയ്തിരുന്നു. ശാപമൊക്കെ അറിഞ്ഞപ്പോൾ ശമീകന് വളരെയധികം സങ്കടം തോന്നുകയും ആ മുനി സങ്കടത്തോടുകൂടി മകനോട് പറഞ്ഞു, മകനെ, നീ സത്യാവസ്ഥ അറിയാതെയാണ് അദ്ദേഹത്തെ ശപിച്ചത്. അത് വളരെ കഷ്ടമായി പോയി. അദ്ദേഹം വളരെയധികം നീതിനിഷ്ഠനും ധർമ്മിഷ്ഠനും പരമകാരുണികനും അതുപോലെ തന്നെ വിഷ്ണു ഭക്തനും ഒക്കെ തന്നെയാണ്. നീ ഇങ്ങനെ ചെയ്തത് ഒട്ടും തന്നെ ശരിയായില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും അബദ്ധം പറ്റിയതായിരിക്കും, അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ചെയ്തത്. നീ അദ്ദേഹത്തെ ഇങ്ങനെ ശപിച്ചത് ഒട്ടും തന്നെ ശരിയല്ല. മഹർഷിമാർക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരാൻ പാടില്ല. അങ്ങനെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ തപശക്തിക്ക് അത് ദോഷമുണ്ടാക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ആ മുനി ഇങ്ങനെ പറയുകയാണ്, എന്തായാലും ശപിച്ചു പോയി. ഇനി എത്രയും പെട്ടെന്ന് മഹാരാജാവിനെ ഈ ശാപത്തിൻ്റെ വിവരം അറിയിക്കണം. അത് നമ്മുടെ കടമയാണ് എന്ന് പറഞ്ഞിട്ട് തക്ഷകൻ്റെ ദംശനം ഏൽക്കാതിരിക്കാനുള്ള പ്രതിവിധി പറഞ്ഞും കൊടുക്കുന്നുണ്ട്. അങ്ങനെ പറഞ്ഞും കൊടുത്തിട്ട് ഗൗരമുഖൻ എന്ന ശിഷ്യനെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കുകയാണ്. ഗൗരമുഖനോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതുപോലെ ശൃംഗി ശപിച്ചിരിക്കുന്നു, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ശാപത്തിൽ നിന്നും മോചനമുണ്ടാകും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് രാജാവിനെ ധരിപ്പിക്കുക എന്ന് പറഞ്ഞിട്ട് ശിഷ്യനായ ഗൗരമുഖനെ രാജാവിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ ഗൗരമുഖൻ രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം ക്ഷേത്ര ദർശനത്തിലായിരുന്നു. അദ്ദേഹം ക്ഷേത്ര ദർശനം കഴിഞ്ഞു വരുന്നിടം വരെ ആ ശിഷ്യൻ ഗൗരമുഖൻ അവിടെ കാത്തു നിൽക്കുകയും രാജാവിനെ കണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു. എന്നിട്ട് പ്രതിവിധിയും പറഞ്ഞു കൊടുത്തു. ഈ കാര്യങ്ങളെല്ലാം വളരെ ക്ഷമയോടുകൂടി പരീക്ഷിത്ത് കേൾക്കുകയും എന്നിട്ട് ഈ മുനികുമാരനോട് ഇങ്ങനെ പറയുകയും ചെയ്തു. എങ്ങനെയാണ് പറഞ്ഞത്? ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. മുനികുമാര, ഈ വിവരം അങ്ങ് എന്നെ ധരിപ്പിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങയുടെ ഗുരുവിനോട് എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുക. ഞാൻ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെച്ചു തന്നെ പണ്ടേ മരിച്ചവനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കാരുണ്യത്താൽ രക്ഷപ്പെട്ട് ഇത്രയും നാളും ജീവിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് മരണഭയം ഒട്ടും തന്നെ ഇല്ല. യാതൊരു പാപവും മനസ്സറിഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. ഇനി തക്ഷകൻ്റെ കടിയേറ്റു മരിക്കുവാനാണ് വിധിയെങ്കിൽ അതിനെ എനിക്ക് തടുക്കുവാൻ സാധിക്കുകയില്ല. അതിനൊരു കാരണം മാത്രമാണ് മുനിയുടെ ശാപം. അതുകൊണ്ട് അങ്ങയുടെ ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുക. അതുപോലെ തന്നെ അറിയാതെ ഞാൻ ചെയ്തു പോയ അപരാധം എന്നോട് ക്ഷമിക്കണമേ എന്നും കൂടി അവിടുന്ന് അങ്ങയുടെ ഗുരുവിനോട് പറയുക എന്ന് പറഞ്ഞിട്ട് ഈ ഗൗരമുഖന് വേണ്ട ആചാരങ്ങളും ഉപചാരങ്ങളും ഒക്കെ കൊടുത്തതിനു ശേഷം അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടു കൂടി യാത്രയാക്കുകയും ചെയ്തു. അങ്ങനെ ആ രാജ്യം മുഴുവൻ അറിയുകയാണ് രാജാവിന് ലഭിച്ച ശാപത്തെപ്പറ്റി. എല്ലാവരും തന്നെ വളരെയധികം സങ്കടപ്പെട്ടു. കാരണം ജനങ്ങൾക്കൊക്കെ വളരെ സങ്കടമുണ്ടായി. കാരണം തങ്ങളുടെ രാജാവ് അത്രത്തോളം പ്രജാവത്സലനും നീതിനിഷ്ഠനുമായിരുന്നു. അങ്ങനെ പരീക്ഷിത്ത് മഹാരാജാവ് എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. അതിനുശേഷം തൻ്റെ മകനായ ജനമേജയനെ വിളിച്ചിട്ട് രാജ്യഭരണം മകന് കൊടുക്കുന്നു. അതിനുശേഷം സദാ പ്രാർത്ഥനയിൽ മുഴുകി പരീക്ഷിത്ത് കഴിയുകയാണ്. ആ സമയം മറ്റുള്ളവരെല്ലാവരും കൂടി, മന്ത്രിമാരും മുനിമാരും എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു എങ്ങനെ രാജാവിനെ ഈ ശാപത്തിൽ നിന്നും രക്ഷിക്കും. അതിനുവേണ്ടി അവർ ഒരു മാർഗം കണ്ടുപിടിച്ചു. എന്താണ് ആ മാർഗം? ഗംഗാനദിയുടെ നടുവിൽ ഒരു ഉയർന്ന കരിങ്കൽ സ്തംഭമുണ്ടാക്കി അതിനു മുകളിൽ ഒരു കെട്ടിടം പണി കഴിപ്പിക്കപ്പെട്ടു. ഒരു ഉറുമ്പിന് പോലും അകത്തു കടക്കാൻ പാടില്ലാത്ത വണ്ണം അത്രയ്ക്ക് സൂക്ഷ്മമായിട്ടാണ് അത് നിർമ്മിച്ചത്. മുൻഭാഗത്ത് ഒരു ചെറിയ വാതിൽ, അതിൽ കൂടി അകത്തു കടന്നാൽ വളരെ വിശാലമായ ഒരു സഭാതലമാണ്. അതിൻ്റെ മുകളിലും താഴെയും ചുറ്റും സർപ്പനിരോധന മന്ത്രത്തകിടുകൾ നിക്ഷേപിച്ചു. എന്നിട്ട് സർപ്പഹാരികളെയും മാന്ത്രികന്മാരെയും രാവും പകലും കാവല് നിർത്തി. അങ്ങനെ സർവവും സസൂക്ഷ്മം സുരക്ഷിതമാക്കിയതിനു ശേഷം ഒരു ശുഭമുഹൂർത്തത്തിൽ അത്രി, വസിഷ്ഠൻ, ഭൃഗു, ച്യവനൻ, അഗസ്ത്യൻ, അങ്കിരസ്, പരാശരൻ, വിശ്വാമിത്രൻ, ഉജത്യൻ
ഗൗതമൻ, ശരദ്വാൻ, ഭരദ്വാജൻ, മൈത്രേയൻ, ദ്വൈപായനൻ എന്നീ മഹർഷികളുടെ അകമ്പടിയോടും വേദമന്ത്രോച്ചാരണങ്ങളോടും കൂടി രാജാവിനെ ആ കെട്ടിടത്തിൻ്റെ അകത്തേക്ക്, ആ സഭാതലത്തിലേക്ക് പ്രവേശിപ്പിച്ചു. അതിനുശേഷം രാജാവിനെ ഭദ്രാസനത്തിൽ ഇരുത്തി പുണ്യതീർത്ഥങ്ങളാൽ അഭിഷേകം ചെയ്യുകയും ചെയ്തു. അതിനുശേഷം പരീക്ഷിത്ത് നിരാഹാരവ്രതം ആചരിക്കുകയാണ്. എന്നിട്ട് കൈലാസം ലക്ഷ്യമാക്കി അദ്ദേഹം ധ്യാനിച്ചു കൊണ്ടേയിരുന്നു. വടക്കോട്ട് നോക്കിയാണ്, വടക്കു ദിശയിലാണ് കൈലാസം. ആ കൈലാസം നോക്കി അദ്ദേഹം ധ്യാനിച്ചു കൊണ്ടേയിരുന്നു. അവിടെ വലിയ പൂജകൾ നടക്കുന്നുണ്ട്, യാഗങ്ങൾ നടക്കുന്നുണ്ട്, മൃത്യുഞ്ജയ മന്ത്രങ്ങളും വേദങ്ങളുമൊക്കെ ബ്രാഹ്മണർ സദാ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഒരു മഹാജ്ഞാനി അവിടെ എത്തുകയാണ്. ആരാണ് അദ്ദേഹം? പരമവിജ്ഞാനിയും എവിടെയും സഞ്ചരിക്കാൻ സാധിക്കുന്നവനും ഒന്നിലും ഒരപേക്ഷയോ ആഗ്രഹമോ ഒന്നും തന്നെ ഇല്ലാത്തവനും ബ്രാഹ്മണാദി വർണ്ണഭേദമോ ബ്രഹ്മചര്യാദി ആശ്രമ ലക്ഷണമോ ഇല്ലാത്തവനും ദിഗംബരനും, അതായത് വസ്ത്രം ധരിക്കാത്തവനും 16 വയസ്സു മാത്രം പ്രായമുള്ളവനും വ്യാസപുത്രനുമായ ശ്രീശുക ബ്രഹ്മർഷി ഒരു അവധൂതനെ പോലെ ആ സദസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. അപ്പം ശ്രീശുകനെ പറ്റിയിട്ടാണ് പറയുന്നത്. ശ്രീശുകൻ ആരാണ്? ഒന്നിലും ഒരാഗ്രഹവും പ്രകടിപ്പിക്കാത്തവനാണ്, ഒരാഗ്രഹവുമില്ലാത്തവനാണ്. അദ്ദേഹത്തിന് ബ്രാഹ്മണരെന്നോ ശൂദ്രനെന്നോ വൈശ്യനെന്നോ ക്ഷത്രിയനെന്നോ ഒന്നുമുള്ള യാതൊരു ഭേദവും അദ്ദേഹത്തിനില്ല. ബ്രഹ്മചാരിയാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊരു ആശ്രമമില്ല. അദ്ദേഹത്തിന് വസ്ത്രം പോലുമില്ല. അങ്ങനെയുള്ള അദ്ദേഹം 16 വയസ്സ് മാത്രം പ്രായമുള്ള ആ മഹർഷി, അദ്ദേഹം ആരാണ്? വ്യാസപുത്രനാണ്. വ്യാസപുത്രനായ ശ്രീശുക ബ്രഹ്മർഷി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ആ ശ്രീശുക ബ്രഹ്മർഷിയെ കണ്ടിട്ട് മഹർഷിമാരും മഹാബ്രാഹ്മണരും എഴുന്നേറ്റ് പൂജിക്കുകയാണ്. അങ്ങനെ പൂജിച്ച് അദ്ദേഹത്തെ ഉചിതമായ സ്ഥാനത്ത് ഇരുത്തിയിട്ട് ഒരു സൽക്കഥ പരീക്ഷിത്ത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കണം എന്ന് പറയുകയാണ്. അതിനും പുറമെ തൻ്റെ ആത്മാവിന് പുണ്യം ലഭിക്കത്തക്ക വണ്ണമുള്ള ഒരു ഭഗവത് കഥ ഉപദേശിക്കണമെന്ന് പരീക്ഷിത്തും ആവശ്യപ്പെട്ടു. സർവപുരാണങ്ങളുടെയും കർത്താവായ വേദവ്യാസൻ്റെ പുത്രനായതുകൊണ്ടാണ് ശ്രീശുകനോട് അവർ അങ്ങനെ ആവശ്യപ്പെട്ടത്. അന്ന് കന്നിമാസത്തിലെ വെളുത്ത പക്ഷ നവമിയായിരുന്നു. ആ ദിവസമാണ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുവാൻ തുടങ്ങിയത്. ഹരേ കൃഷ്ണ. ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വിധിയെ നമുക്ക് തടുക്കുവാൻ കഴിയുകയില്ല. അത് വന്നു ചേരുക തന്നെ ചെയ്യും. അതുപോലെ ഭക്തിയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉത്തമമായ കാര്യം. അതുകൊണ്ട് നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്നും ഭഗവാൻ പറയുന്നു. മോക്ഷമാണ് ഏറ്റവും പ്രധാനം. അതുപോലെ ഒരു മനുഷ്യൻ ഭാഗവതം പോലെയുള്ള ആ മഹത്തായ ഭഗവത് കഥകൾ കേൾക്കുന്നത് ഏതവസരത്തിലാണെങ്കിലും അത് വളരെയധികം പുണ്യകരമാണ് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. മഹാബ്രാഹ്മണർക്ക്, നമ്മുടെ സനാതന ധർമ്മവിശ്വാസമനുസരിച്ച് മഹാബ്രാഹ്മണർക്ക്, അതായത് ബ്രഹ്മജ്ഞാനമുള്ളവന്, ബ്രാഹ്മണൻ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രഹ്മജ്ഞാനം നേടിയവൻ എന്നാണ്. അങ്ങനെ ബ്രഹ്മർഷിമാർക്ക് യാതൊന്നിനും താല്പര്യമില്ല. അവർക്ക് വർണ്ണാശ്രമങ്ങളില്ല, അതായത് അവർക്ക് ജാതിഭേദങ്ങളില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പഴയ കാലത്ത് നമ്മൾ പറയും ഇല്ലേ,
ഹിന്ദുമത വിശ്വാസപ്രകാരം ജാതിയുണ്ടായിരുന്നു. ബ്രാഹ്മണൻ, ശൂദ്രൻ, വൈശ്യൻ ഇങ്ങനെയൊക്കെയുള്ള ജാതിഭേദങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയും. പക്ഷേ ശരിയായ ബ്രഹ്മജ്ഞാനം നേടിയവന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് ഭാഗവതം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നീട് വന്ന ആളുകൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലുള്ള വ്യവസ്ഥിതികൾ ഉണ്ടാക്കി വെച്ചതാണ് ഒരു സമയത്ത് ഹിന്ദുമതം ജീർണിക്കുവാൻ കാരണമായത്. അതിനെയെല്ലാം കാലാകാലങ്ങളിൽ പരിഷ്കരിച്ചു. ശങ്കരാചാര്യർ വളരെയധികം ശ്രമം നടത്തി ഹിന്ദുമതത്തെ പരിഷ്കരിക്കുന്നതിനായിട്ട്. വിമർശനങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു, പരിഷ്കാരങ്ങൾ നമ്മൾ അംഗീകരിക്കുന്നു. അതാണ് നമ്മുടെ മതത്തിൻ്റെ, നമ്മുടെ വിശ്വാസത്തിൻ്റെ, സനാതനധർമ്മത്തിൻ്റെ കാതലായ ഭാഗം. അപ്പം ശരിയായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഈ ഭാഗവതം നമ്മൾ കഥ പഠിക്കുമ്പോൾ സ്ത്രീകൾക്കുള്ള സ്ഥാനം എത്ര വലുതായിരുന്നു എന്നും ഭൂമിദേവിക്കുള്ള സ്ഥാനം എത്ര വലുതായിരുന്നു എന്നും സഹോദരങ്ങളോടുള്ള സ്നേഹം, അച്ഛനും കുട്ടികളുമായുള്ള സ്നേഹം, അമ്മയും മകനുമായിട്ടുള്ള സ്നേഹം, മകൻ അമ്മയോടുള്ള സ്നേഹമൊക്കെ നമുക്ക് ധാരാളം അവസരങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. രാജാവിൻ്റെ കടമകളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തെറ്റും ശരിയും നമുക്ക് വേർതിരിച്ച് കാണുവാൻ സാധിക്കും. ഏറ്റവും പുണ്യകരമായ, ഏറ്റവും മഹത്തായ ഒരു സംസ്കാരത്തിലാണ് നാം ജീവിക്കുന്നത് എന്നോർത്ത് നമ്മൾ അഭിമാനിക്കുക. ശരിയും തെറ്റും മനസ്സിലാക്കുക. കാലാകാലങ്ങൾക്കനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ഭഗവാന്റെ കഥകൾ അതുകൊണ്ടാണ് ഈ വൈശാഖ മാസത്തിൽ നമുക്ക് വീണ്ടും പറയാം എന്ന് ഞാൻ പറഞ്ഞത്. കേൾക്കുന്ന എല്ലാവരും പുണ്യാത്മാക്കളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്കിത് കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രത്തോളം പുണ്യം ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാൻ സാധിക്കുന്നത് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. നാമം ജപിച്ചുകൊണ്ട് മാത്രമേ ഈ കലിയുഗത്തിൽ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.